Welcome to BSc Complementary Physics Semester 2 for BSc Main Chemistry and Mathematics students. Unit 2 starts today. Transmission of heat, paper Thermal Physics. Semester 2, class number 4, chapter Unit 2, Transmission of Heat, and that we begin today, and it is for complementary physics students of BSc Main Chemistry and also Mathematics Main. Transmission of heat. Paper is Thermal Physics. So what is meant by transmission of heat? Transmission of heat, താപപ്രസരണം എന്ന് മലയാളത്തിൽ പറയും. താപപ്രസരണം. Transmission of heat. Conduction, convection and radiation are the three modes of transmission of heat. ഇപ്പോൾ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ അതാണ് ഈ ഹീറ്റ് ട്രാൻസ്മിഷൻ്റെ താപപ്രസരണത്തിൻ്റെ 3 പ്രധാന മാർഗങ്ങൾ. കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. മലയാളമൊക്കെ ഉണ്ട്. ചാലനം, സംവഹനം, വികിരണം എന്നൊക്കെ പറയും. കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ ആർ ദ 3 മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്. താപപ്രസരണത്തിൻ്റെ 3 പ്രധാനപ്പെട്ട രീതികളാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. എന്താണ് കണ്ടക്ഷൻ? കണ്ടക്ഷൻ is the process of transmission of heat from hotter to colder regions of a body without the actual movement of the particles of the body. Conduction is the process of transmission of heat from hotter to colder regions of a body without the actual movement of the particles of the body. സാധാരണ സോളിഡ് വസ്തുക്കളുടെ റോഡിനകത്ത് സോളിഡ് ആയിട്ടുള്ള വസ്തുക്കൾ നടക്കുന്ന ഒരു പ്രോസസ്സാണ് കണ്ടക്ഷൻ. ഹീറ്റ് എനർജി ട്രാൻസ്ഫറിൻ്റെ ഒരു മെത്തഡാണ് കണ്ടക്ഷൻ. സോളിഡ് റോഡിൽ സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളിൽ സംഭവിക്കുന്നതാണിത്. അതായത് വസ്തുവിൻ്റെ റോഡിൻ്റെ ചൂട് കൂടിയ ഭാഗത്ത് നിന്ന് ചൂട് കുറഞ്ഞ ഭാഗത്തേക്ക് ഹീറ്റ് എനർജി പോകുന്ന രീതി. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിനകത്തുള്ള കണങ്ങൾ ചലിക്കുന്നില്ല. കണങ്ങൾ ചലിക്കാതെ ഒരു കണത്തിന് ഒരു പാർട്ടിക്കിളിൽ കിട്ടിയ ഹീറ്റ് അടുത്ത പാർട്ടിക്കിളിൽ കൊടുക്കുകയും അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയും സംഭവിക്കുന്ന ഒരു പ്രോസസ്സ്. അതിന് കണ്ടക്ഷൻ എന്ന് പറയും. Conduction is the process of transmission of heat from hotter to colder regions of a body without the actual movement of the particles of the body. മെറ്റാലിക് സോളിഡിനകത്താണ് മെറ്റാലിക് സോളിഡ് അതിനകത്താണ് കണ്ടക്ഷൻ പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. പിന്നെ കണ്ടക്ഷൻ ഒരു സ്ലോ പ്രോസസ്സാണ്. കണ്ടക്ഷൻ ഈസ് എ സ്ലോ പ്രോസസ്സ്. വളരെ പതുക്കെയുള്ള പ്രോസസ്സാണ്. മെറ്റാലിക് കണ്ടക്ടേഴ്സിനകത്താണ് ഇത് നടക്കുന്നത്. ഇനി അടുത്തത് പിന്നെ ഗുഡ് കണ്ടക്ടേഴ്സ്, ബാഡ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹീറ്റ് കടത്തിവിടുന്ന തോത് അനുസരിച്ചിട്ട് വസ്തുക്കളെ നമ്മൾ രണ്ടായി തരംതിരിക്കും. ഒന്ന് ഗുഡ് കണ്ടക്ടേഴ്സ്, രണ്ടാമത്തെ പുവർ കണ്ടക്ടേഴ്സ്. കണ്ടക്ഷൻ്റെ രീതി അടിസ്ഥാനപ്പെടുത്തി വസ്തുക്കളെ രണ്ടായി തരംതിരിക്കും. ഒന്ന് ഗുഡ് കണ്ടക്ടേഴ്സ്, രണ്ടാമത്തെ ബാഡ് കണ്ടക്ടേഴ്സ്. ഗുഡ് കണ്ടക്ടേഴ്സ് they will readily conduct the heat. എക്സാമ്പിൾ all metals. എല്ലാ മെറ്റൽസും ഗുഡ് കണ്ടക്ടേഴ്സാണ്. മെർക്കുറി ലിക്വിഡ് ഫോമിലുള്ള ഒരു ഗുഡ് കണ്ടക്ടറാണ്. പുവർ കണ്ടക്ടേഴ്സ് ആർ പേപ്പർ, മൈക്ക, റബ്ബർ, പ്ലാസ്റ്റിക് എക്സെട്ര. ഹീറ്റ് കടത്തിവിടാത്ത വസ്തുക്കളുണ്ട്. ബാഡ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, അത് പേപ്പർ, മൈക്ക, റബ്ബർ, പ്ലാസ്റ്റിക് മുതലായവ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിയാവുന്നതാണ്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനടിസ്ഥാനപ്പെടുത്തി ഇവിടെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമ്മുടെ സെമിസ്റ്റർ 2-ലും ഈ ഗുഡ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ പുവർ കണ്ടക്ടേഴ്സ് എന്നുള്ള ഐഡിയ ആസ്പദമാക്കി ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻ ഇവിടെ കൊടുക്കുകയാണ്. സമാന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിരിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ഡു വൂൾ ബ്ലാങ്കറ്റ്സ് റീറ്റെയിൻ ബോഡി ഹീറ്റ് ഇൻ വിൻറ്റർ? എങ്ങനെയാണ് തണുപ്പ് കാലത്ത് കമ്പിളി പുതപ്പുകൾ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ, ഊഷ്മാവ് സംരക്ഷിക്കുക, ബോഡി ഹീറ്റ് സംരക്ഷിക്കുക? തണുപ്പ് കാലത്ത് എങ്ങനെയാണ് വൂൾ ബ്ലാങ്കറ്റ്സ്, കമ്പിളി പുതപ്പുകൾ ശരീരത്തിൻ്റെ ഹീറ്റ് സംരക്ഷിക്കുന്നത്? അപ്പോൾ അതിന് ഉത്തരമായിട്ട് ഇങ്ങനെ പറയാം: വൂൾ ഈസ് എ പൂർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഹീറ്റിൻ്റെ ഒരു പൂർ കണ്ടക്ടറാണ്, ബാഡ് കണ്ടക്ടറാണ്
wool, കമ്പിളി. എയർ entrapped inside wool blanket is also a very efficient poor conductor. ഇപ്പോൾ കമ്പിളി മാത്രമല്ല, ഈ കമ്പിളിയുടെ ത്രെഡുകൾക്കിടയ്ക്കുള്ള വായു, കമ്പിളി പുതപ്പ് പിടിച്ചു നിർത്തിയിരിക്കുന്ന വായു, എൻട്രാപ്ഡ് ഇൻസൈഡ് വൂൾ ബ്ലാങ്കറ്റ്, ആ കമ്പിളിയുടെ അകത്ത് വരുന്ന വായു, അതും ഒരു നല്ല പൂവർ കണ്ടക്ടറാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട്. കമ്പിളി പൂവർ കണ്ടക്ടറാണ്, വൂള് പൂവർ കണ്ടക്ടറാണ്, അതിനകത്തുള്ള വായുവും പൂവർ കണ്ടക്ടറാണ്, ചലിക്കാതിരിക്കുന്ന വായുവാണ്, പൂവർ കണ്ടക്ടറാണ്. അതുകൊണ്ട് ഹീറ്റ് ഒട്ടും തന്നെ പുറത്തേക്ക് പോകില്ല. സോ നോ ഹീറ്റ് ഈസ് കണ്ടക്റ്റഡ് ഔട്ട്, പുറത്തേക്ക് ഹീറ്റ് പോകത്തില്ല. അങ്ങനെ ശരീരത്തിൻ്റെ ഹീറ്റ് അത് കീപ്പ് ചെയ്യും, ഹീറ്റ് റീറ്റെയിൻ ചെയ്യും. ഇതല്ല ഇപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ പറയുന്നത്. ഇതുമൊക്കെ എക്സാമിനേഷൻ ക്വസ്റ്റ്യനാണ്. ബേർഡ്സ് സ്വിൽ ദെയർ ഫെദർ ഇൻ വിൻ്റർ വൈ. തണുപ്പ് കാലത്ത് കിളികൾ അതിൻ്റെ ചിറകുകൾ പൊന്തിച്ച് നിർത്തും, ഇങ്ങനെ വീർപ്പിച്ച് നിർത്തും. നമ്മൾ തണുപ്പ് കാലത്ത് ഈ പ്രാവിലേക്ക് നോക്കിയാൽ അതിങ്ങനെ ചിറകിങ്ങനെ വീർപ്പിച്ച്, അതിൻ്റെ തൂവലിങ്ങനെ വീർപ്പിച്ച് ഇരിക്കുന്നത് കാണാം, സ്വെല്ലിയിരിക്കുന്നത് കാണാം. എന്താണ് ഇതിന് കാരണം? അപ്പം അതും ഇവിടെ ഹീറ്റ് പോകാതിരിക്കാൻ വേണ്ടിയാണ്, അതിനകത്ത് വായു വരാൻ വേണ്ടിയാണ്. ഈ ചിറകുകളിങ്ങനെ വിടർത്തി പൊക്കി വെച്ചിരുന്നാൽ അതിനകത്ത് വായു ഇരിക്കും, ചലിക്കാത്ത വായു ഉണ്ടാകും. അത് നല്ല ഒരു പൂവർ കണ്ടക്ടറാണ്. ഹീറ്റ് അതിൻ്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകത്തില്ല, തണുപ്പടിക്കത്തില്ല. നിങ്ങൾ ഓർക്കണം, ഈ തണുപ്പ് ഹീറ്റ് എന്ന് പറഞ്ഞ രണ്ട് വാക്കുകളുണ്ട്. അതായത് ചൂട് തണുപ്പ്, ഹീറ്റ് കോൾഡ് എന്ന് പറഞ്ഞ രണ്ട് വാക്കുകളുണ്ട്. ഇതിൽ ഈ തണുപ്പ് എന്നുള്ള വാക്കൊരു സങ്കല്പവും ഈ ചൂട് എന്നുള്ള വാക്ക് യാഥാർത്ഥ്യമാണ്. ഈ ചൂട് നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് ഉഷ്ണം തോന്നും. ചൂട് പുറത്തേക്ക് പോയാൽ നമുക്ക് തണുപ്പ് തോന്നും. അല്ലാതെ തണുപ്പ് അകത്തേക്ക് കയറും എന്ന് അങ്ങനെ പറയാനുണ്ടെങ്കിലും അങ്ങനെ തണുപ്പ് എന്നൊരു വാക്ക് അത് ഹീറ്റുമായിട്ട് പറയുമ്പോൾ ആപേക്ഷികമാണത്. തണുപ്പ് നമ്മുടെ ശരീരത്തിൽ കയറാറില്ല, മറിച്ച് ചൂട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോഴാണ് നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത്. ബേർഡ്സ് സ്വിൽ ദെയർ ഫെദർ ഇൻ വിൻ്റർ വൈ. പ്രധാന കിളികളിങ്ങനെ അതിൻ്റെ ചിറകുകൾ സ്വെൽ ചെയ്യുന്നത് ടു കണ്ടെയ്ൻ മോർ ഹീറ്റ്, ടു കണ്ടെയ്ൻ മോർ എയർ ഇൻസൈഡ് ഫെദർ. ഫെദറിനകത്ത് വായു കൂടുതൽ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയാണ്. എയർ ഇസ് എ പൂർ കണ്ടക്ടർ, നോ ഹീറ്റ് ഈസ് കണ്ടക്റ്റഡ് ഔട്ട്. എയർ പൂർ കണ്ടക്ടറാണ്, ഒട്ടും ഹീറ്റ് പുറത്തേക്ക് പോകില്ല, തണുപ്പ് തോന്നില്ല. മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, ആസ് എ പ്രൊട്ടക്ട് ഫ്രം കോൾഡ് വിച്ച് ഈസ് ബെറ്റർ, wearing a shirt or wearing two shirts or a single shirt of double thickness. As a protect from cold, which is better, wearing two shirts or a single shirt of double thickness. അപ്പോൾ തണുപ്പകറ്റാൻ, തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ എന്താണ് കുറച്ചുകൂടി ബെറ്റർ? രണ്ട് ഷർട്ട് ധരിക്കുന്നതാണോ, അല്ലെങ്കിൽ ഇരട്ടി ഖനമുള്ള, ഇവ രണ്ടിൻ്റെയും കൂടിയുള്ള കനമുള്ള മറ്റൊരു സിംഗിൾ ഷർട്ട് ധരിക്കുന്നതാണോ? അതായത് ഒരു ഷർട്ട് ധരിക്കുന്നതാണോ, അല്ലെങ്കിൽ ഹാഫ് തിക്നെസ് ഉള്ള രണ്ട് ഷർട്ട് ധരിക്കുന്നതാണോ നല്ലത്? ഇങ്ങനെ ചോദിക്കാം. രണ്ട് ഷർട്ട് ധരിക്കുന്നതാണോ, അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിനും കൂടി കനമുള്ള ഒറ്റ ഷർട്ട് ധരിക്കുന്നതാണോ തണുപ്പകറ്റാൻ തണുപ്പ് കാലത്ത് നല്ലത്? അതിന് ഉത്തരം രണ്ട് ഷർട്ടാണ്. കാരണം എന്താണ്? ഈ രണ്ട് ഷർട്ടിനിടയ്ക്ക് കുറച്ച് തിക്നെസ് പകുതിയുള്ളെങ്കിലും രണ്ട് ഷർട്ട് ധരിക്കുന്നതാണ് എപ്പോഴും അഡ്വാൻറ്റേജസ്. കാരണം ഈ രണ്ട് ഷർട്ടിനിടയ്ക്ക് ഒരു തിൻ ലെയർ ഓഫ് എയർ വരും, അതൊരു പൂവർ കണ്ടക്ടറാണ്. അപ്പോൾ ഹീറ്റ് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുവാനുള്ള സാധ്യത കുറവാണ്. ടു ഷർട്ട്സ് ആർ ബെറ്റർ ബിക്കോസ് ദർ ഈസ് എ തിൻ ലെയർ ഓഫ് എയർ ബിറ്റ്വീൻ ദ ടു ഷർട്ട്സ് വിച്ച് ഇസ് എ വെരി എഫിഷ്യൻറ്റ് പൂവർ കണ്ടക്ടർ. Two shirts are better because there is a thin layer of air between the two shirts, which is a very efficient poor conductor. രണ്ട് ഷർട്ടിടയ്ക്ക് ഒരു തിൻ ലെയർ ഓഫ് എയർ വരും, അത് വളരെ നല്ല ഒരു പൂവർ കണ്ടക്ടറാണ്. അതുകൊണ്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോകില്ല. ഇപ്പോൾ തണുപ്പ് കാലത്ത് ഇരട്ടി കനമുള്ള ഷർട്ടിനേക്കാൾ നല്ലത് അതിൽ പകുതി കനമുള്ള രണ്ട് ഷർട്ട് ധരിക്കുന്നതാണ്.
ഇനി കണ്ടക്ഷനകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് നമ്മൾ ഡിഫ്യൂഷൻ പറഞ്ഞപ്പോൾ അവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഡിഫ്യൂഷനുമായിട്ട് സാമ്യമുള്ള ഒരു പ്രോസാണ് കണ്ടക്ഷൻ എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വരുന്നത് പോലുള്ള ഒരു വാക്കാണ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് കുറച്ചുകൂടി നമ്മൾ ആദ്യം കേൾക്കേണ്ടത്. ആദ്യം കേൾക്കുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് പിന്നീടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ചാപ്റ്റർ വൈസ് പഠിക്കുമ്പോൾ ആദ്യം പറഞ്ഞതേ ഉള്ളത്. അപ്പോൾ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് എന്താണ്? ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഈ പടത്തിൽ കാണുന്നൊരു കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിലെ 2 പോയിന്റുകളാണ് എയും ബിയും. ഒരു സെപ്പറേഷൻ എക്സ് സെപ്പറേഷനുള്ള 2 പോയിന്റുകളാണ് എയും ബിയും. എയിലെ ടെമ്പറേച്ചർ T1 ആണ്, ബിയിലെ ടെമ്പറേച്ചർ T2 ആണ്. എയും ബിയും തമ്മിലുള്ള ലെയർ തമ്മിലുള്ള അകലെ എക്സ് ആണ്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഹോട്ട് എൻഡ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചൂടാക്കുമ്പോൾ ഹീറ്റ് ആ ഹോട്ട് എൻഡിൽ നിന്ന് കോൾഡ് എൻഡിലേക്ക് സഞ്ചരിക്കും. അപ്പോൾ 2 പോയിന്റാണ് എയും ബിയും. എയിൽ ടെമ്പറേച്ചർ T1 ആണ്, ബിയിൽ ടെമ്പറേച്ചർ T2 ആണ്, സെപ്പറേഷൻ എക്സ് ആണ്. എ എന്നുള്ളത് ഹോട്ട് എൻഡിനോട് ചേർന്നിരിക്കുന്നതിനാൽ ആ T1 ആയിരിക്കും കൂടിയ വാല്യൂ. എ എന്നുള്ള ലെയർ ഹോട്ട് എൻഡിനോട് അടുത്തിരിക്കുന്നത് കൊണ്ട് ആ T1 ടെമ്പറേച്ചർ കൂടുതലാണ്, T2 കുറവാണ്. If T1 and T2 are the temperatures of 2 points of a conductor separated by a distance x, if T1 and T2 are the temperatures of 2 points of a conductor separated by a distance x, then temperature gradient is equal to T1 minus T2 by x. ആ 2 പോയിന്റുകളിലെ ടെമ്പറേച്ചർ വ്യത്യാസം കണ്ടിട്ട് അതിനെ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനിയാണ് നമ്മൾ എക്സ്പ്രഷൻ ഫോർ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ്. അത് നമ്മൾ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തതാണ്, ഇവിടെ ഡീറ്റെയിൽഡായിട്ട് പറയുകയാണ്. എക്സ്പ്രഷൻ ഫോർ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ് അതിനെ നമ്മൾ ഫ്യൂരിയസ് ലോ എന്ന് പറയും. ഫ്യൂരിയസ് ലോ ദി എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ് ബൈ എ കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. നമ്പർ 2 ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് T1 minus T2 by x. ഒരു കണ്ടക്ടർ കടത്തിവിടുന്ന ഹീറ്റ് 3 ഫാക്ടറിനെ ആശ്രയിക്കും. ഒന്നാമത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ, രണ്ടാമത്തെ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് അതായത് T1 minus T2 by x, പിന്നെ മൂന്നാമത്തെ ഒരു ഫാക്ടർ ടൈം. നമ്പർ 3 ടൈം ഇൻ സെക്കൻഡ് ഫോർ വിത്ത് ഹീറ്റ് ഫ്ലോസ്. അപ്പോൾ ഒരു കണ്ടക്ടർ കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റ് 3 ഫാക്ടറിനെ ആശ്രയിക്കും. ഒന്ന് കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, രണ്ടാമത്തത് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്, മൂന്നാമത്തെ ടൈം ഇൻ സെക്കൻഡ് ഫോർ വിത്ത് ഹീറ്റ് ഫ്ലോസ് അതായത് ഹീറ്റ് ഒഴുകുന്ന നേരം. ഇപ്പോൾ Q പ്രൊപ്പോർഷണൽ ടു A പ്രൊപ്പോർഷണൽ ടു T1 minus T2 by x പ്രൊപ്പോർഷണൽ ടു T. ഇപ്പം നമ്മൾ കൂടുതൽ നേരം ചൂടാക്കിയാൽ കൂടുതൽ ഹീറ്റ് കടന്നു പോകും. ഒരു തേപ്പ് പൊട്ടിയൊക്കെ നമ്മൾ കൂടുതൽ നേരം ഹീറ്റ് ചെയ്യുമ്പോഴാണ് ആ പിടിയിലോട്ടൊക്കെ ഹീറ്റ് കടന്നു വരുന്നത്. കമ്പൈനിങ് ആ 3 സ്റ്റെപ്പുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും Q പ്രൊപ്പോർഷണൽ ടു A ഇൻറ്റു T1 minus T2 by x ഇൻറ്റു T. ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു ആ പ്രൊപ്പോർഷണാലിറ്റി ഈസ് ഈക്വൽ ടു K ഇട്ട് മാറ്റാം. KA ഇൻറ്റു T1 minus T2 by x ഇൻറ്റു T എന്ന് വരും. Where K is the constant known as coefficient of thermal conductivity. അപ്പോൾ Q is equal to KA ഇൻറ്റു T1 minus T2 by x ഇൻറ്റു T എന്നെഴുതിയാൽ കെയെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. ചില ടെക്സ്റ്റ് ബുക്കിൽ കെക്ക് വരെ ലാംഡ കൊടുക്കാറുണ്ട്. ടേബിൾസിനകത്ത് ലാംഡ എന്ന സിമ്പിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലാസ് ടേബിൾസ്. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ ഈ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനേഷനൊക്കെ നമ്മുടെ ടേബിൾസിനകത്തുണ്ട്. നമുക്ക് നോക്കി എഴുതാൻ വേണ്ടി പരീക്ഷയ്ക്ക് ടേബിൾസിനകത്തുള്ള ക്ലാസ് ടേബിൾ എക്സാമിനേഷൻ ഹാളിൽ കൊണ്ടുപോകാവുന്ന അനുവാദമുള്ള ടേബിളാണ്, ഒരു പുസ്തകമാണ്. അപ്പോൾ അതിനകത്ത് ഈ കെയുടെ ഡെഫിനേഷനൊക്കെ ഉണ്ട്, നോക്കി എഴുതാവുന്നില്ല. യൂണിറ്റ് ഒക്കെ ഉണ്ട് അതിനകത്ത്, യൂണിറ്റ് ഡയമെൻഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ Q is KA into T1 minus T2 by x into T, where K is the constant known as coefficient of thermal conductivity. അപ്പോൾ ഇതിന് ഒരു ഡെഫിനേഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. ഡെഫിനേഷൻ ഓഫ് കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Q is KA into T1 minus T2 by x into T. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഫ്യൂറിയസ് ലോ. അപ്പോൾ ഡെഫിനേഷനായിട്ട് നമ്മൾ ഇങ്ങനെ പറയും, ലെറ്റ് A equal meter square T1 minus T2 by x equal to 1 unit and T is 1 second. അപ്പോൾ എല്ലാ വാല്യൂ 1 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? Q is equal to K into 1 into 1 into 1.
എന്ന് പറഞ്ഞാൽ ക്യൂ ഈസ് കെ. ഇതാണ് ഡെഫിനിഷൻ. കെ എന്ന് പറഞ്ഞാൽ ക്യൂവിന് തുല്യമായ സംഖ്യയാണ്. എപ്പോൾ എ 1 മീറ്റർ സ്ക്വയർ ആകുമ്പോൾ T1 - T2/x 1 ആകുമ്പോൾ, അതുപോലെ T1 സെക്കൻഡ് ആകുമ്പോൾ. അതാണ് ഡെഫിനിഷനായിട്ട് നമ്മളിങ്ങനെ പറയുന്നത്. എന്താ ഡെഫിനിഷൻ നോക്കുക, കാണാതെ പഠിക്കേണ്ടതാണ്. നമുക്ക് കാണാതെ എഴുതാൻ പറ്റുന്ന രീതിയിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. Therefore, coefficient of thermal conductivity of a is defined as the amount of heat conducted by a conductor through unit area in 1 second. When there is unit temperature gradient in the conductor, coefficient of thermal conductivity is defined as the amount of heat conducted by a conductor per second എന്ന് പറഞ്ഞാൽ പെർ സെക്കൻഡ് എന്ന് വേണം. പെർ സെക്കൻഡ് അവിടെ വിട്ടുപോയിട്ടുണ്ട്. കണ്ടക്ടർ പെർ സെക്കൻഡ് ത്രൂ യൂണിറ്റ് ഏരിയ വെൻ ദർ ഇസ് യൂണിറ്റ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഇൻ ദി കണ്ടക്ടർ. ആ പെർ സെക്കൻഡ് എന്നൊരു വാക്ക് ചേർക്കാനുണ്ട് കേട്ടോ. ഒന്ന് വായിക്കാം ഞാൻ. കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ് ബൈ എ കണ്ടക്ടർ പെർ സെക്കൻഡ്. ആ പെർ സെക്കൻഡ് ചേർക്കുക. കണ്ടക്ടർ പെർ സെക്കൻഡ് ത്രൂ യൂണിറ്റ് ഏരിയ when there is unit temperature gradient in the conductor. Unit of K is watt. W capital വേണം. വാട്ട് മീറ്റർ raised to -1, K raised to -1. K ചെറിയ അക്ഷരം മതി. K വലിയ അക്ഷരം വേണം. വാട്ട് വലിയ അക്ഷരം വേണം, K വലിയ അക്ഷരം വേണം, മീറ്റർ ചെറിയ അക്ഷരം മതി. ഇപ്പോൾ W M raised to -1, K raised to -1. ഇത് ഡെഫിനിഷൻ ഓഫ് K, ഡെഫിനിഷൻ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. ഡയമെൻഷൻ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. കെയ്ക്ക് ഒരു ഡയമെൻഷൻ കൊടുക്കാറുണ്ട്. ഡെഫിനിഷനാണ് നമ്മൾ പറഞ്ഞത്. കെയുടെ ഡയമെൻഷനും അതിൻ്റെ യൂണിറ്റിനൊപ്പം ഡയമെൻഷനും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഡയമെൻഷൻ ഓഫ് കെ, Q = K × T1 - T2/x × T. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ K = QX/T A × T1 - T2 × T. നമ്മൾ ഡയമെൻഷൻ കൊടുക്കണം. ഡയമെൻഷൻ കൊടുക്കുക. ഡയമെൻഷൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? Write dimensions. Dimension of Q is equal to heat ആണ് ml² T raised to -2. ഹീറ്റ് എന്ന് വെച്ചാൽ എനർജി കേട്ടോ, എനർജി. വർക്കിൻ്റെ ഡയമെൻഷൻ തന്നെയാണ് ക്യൂവിൻ്റെ, ഹീറ്റിൻ്റെ, വർക്കിൻ്റെ. അത് ml² T raised to -2 ആണ്. ഡയമെൻഷൻ ഓഫ് ഏരിയ L² ആണ്. ഡയമെൻഷൻ ഓഫ് T1 - T2 അത് ടെമ്പറേച്ചർ ആണല്ലോ. ടെമ്പറേച്ചറിന് തീറ്റ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ K എന്ന് കൊടുക്കുക. ചില ബുക്കിനകത്ത് യൂണിറ്റ് തന്നെ കൊടുക്കുന്നത്, K എന്നുള്ള യൂണിറ്റ് തന്നെ. പക്ഷേ യൂണിറ്റിലെ ഡയമെൻഷൻ, അതുകൊണ്ട് നമ്മൾ തീറ്റ എന്ന് എഴുതിയാലും മതി. തീറ്റ എന്നോ ചില ബുക്കിലുള്ളത് പോലെ K എന്ന് കൊടുക്കാം, യൂണിറ്റ് തന്നെ കൊടുക്കുക. പിന്നെ യൂണിറ്റ് ഓഫ് T = ക്യാപിറ്റൽ T, ടൈമാണ്. യൂണിറ്റ് ഓഫ് X ഡിസ്റ്റൻസ്, അതെല്ലാം. അവയെല്ലാം മുകളിൽ കൊടുക്കുമ്പോൾ K, ദ ഡയമെൻഷൻ ഓഫ് K = ml² T raised to -2 × L/L² into T, L² into T. അപ്പോൾ ചില ടേമെല്ലാം വെട്ടിപ്പോകും. എന്നിട്ട് ml T raised to -3 θ raised to -1, ml T raised to -3 θ raised to -1. തീറ്റയ്ക്ക് വരെ K എന്നാരെങ്കിലും എഴുതിയാൽ, കെൽവിൻ എഴുതിയാൽ അതും ഡയമെൻഷനായിട്ട് പരിഗണിക്കാറുണ്ട്. ml² T raised to -3 K raised to -1 അങ്ങനെ എഴുതാം. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ് ഡിഫൈൻ തെർമൽ കണ്ടക്ടിവിറ്റി, ഗിവ് ഇറ്റ്സ് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. അങ്ങനെ ചോദിക്കും. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ് തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി ഓർ തെർമൽ ഡിഫ്യൂസിവിറ്റി. ആ തെർമൽ ഡിഫ്യൂസിവിറ്റി എന്നുള്ള വാക്ക് പ്രത്യേകം ഓർക്കണം. തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി തെർമൽ കണ്ടക്ടിവിറ്റി അല്ലാതെ, തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി എന്ന് ആദ്യം ഓർക്കുക. തെർമോമെട്രിക് കണ്ടക്ടിവിറ്റിയെ വിളിക്കുന്ന മറ്റൊരു വാക്കാണ് തെർമൽ ഡിഫ്യൂസിവിറ്റി. എന്താണ് തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് നോക്കാം നമുക്ക്. Thermal diffusivity is defined as the ratio of thermal conductivity to the heat capacity of unit volume of the substance.
substance. Thermal diffusivity or thermometric conductivity is defined as the ratio of thermal conductivity to the heat capacity of unit volume of the substance. അപ്പോൾ ഇത് തെർമൽ ഡിഫ്യൂസിറ്റി എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഡി എന്ന ഒരു സിമ്പിൾ കൊടുത്താൽ അത് കെ തെർമൽ കണ്ടക്ടിവിറ്റി ബൈ റോ സി. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്, അതായത് യൂണിറ്റ് വോളിയത്തിൻ്റെ മാസ്. സി അതിൻ്റെ ഹീറ്റ്, സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയും, സ്പെസിഫിക് ഹീറ്റ്. അപ്പോൾ റോ സി ആണ് ഹീറ്റ് കപ്പാസിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റിയെ ഹീറ്റ് കപ്പാസിറ്റി, യൂണിറ്റ് വോളിയം ഹീറ്റ് കപ്പാസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. യൂണിറ്റ് വോളിയം ഹീറ്റ് കപ്പാസിറ്റി കൊണ്ട് തെർമൽ കണ്ടക്ടിവിറ്റിയെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ടേമാണ് തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ തെർമൽ ഡിഫ്യൂസിവിറ്റി. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു കെ ബൈ റോ സി, വേർ കെ ഈസ് തെർമൽ കണ്ടക്ടിവിറ്റി, റോ ഈസ് ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് സി സ്പെസിഫിക് ഹീറ്റ്. അപ്പോൾ ഈ ഡെൻസിറ്റി കൊണ്ട് സ്പെസിഫിക് ഹീറ്റിനെ ഗുണിക്കുന്ന താഴത്തെ ടേം, അതിനെ വസ്തുവിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് യൂണിറ്റ് വോളിയം എന്ന് പറയും. അവസാനത്തെ ആ ഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയും ചോദിക്കാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ പകർത്തിക്കൊള്ളാം നോട്ട് ബുക്കിൽ. ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി. ഇപ്പോൾ രണ്ടും എഴുതിയാൽ മതി. നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി പറഞ്ഞു, തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി പറഞ്ഞു, അതിൻ്റെ ഡെഫിനിഷനും ഇക്വേഷനും കൊടുക്കണം. അടുത്തത് വാട്ട് ഈസ് തെർമൽ ഡിഫ്യൂസിവിറ്റി ഗിവ് ഇറ്റ്സ് എക്സ്പ്രഷൻ. അവസാനം പറഞ്ഞ കാര്യം കെ ബൈ റോ സി എന്നുള്ള കാര്യം, ആ ഡെഫിനിഷൻ എഴുതണം. And that is all with your fourth lecture on thermal physics. We continue our class. Thank you very much.